റമദാനിൽ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കണം എന്നുണ്ടെങ്കിൽ റമദാന്റെ മുന്നേ തൗബ ചെയ്ത് നന്നായേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറെ തിന്നും കുടിച്ചും ഉറങ്ങിയും കാലം തീരും. ഹദ്ദാദ് ഇമാം ഒരിടത്ത് പറയുന്നുണ്ട്, റമദാനിന്റെ ആത്മീയത പലർക്കും കിട്ടാത്തത് തീറ്റ കൂടിയതുകൊണ്ടും ഉറക്കം വർദ്ധിച്ചതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെ പകൽ ഉറങ്ങുന്നത് കൂടുതൽ റമദാനിലാവുന്നില്ലേ? അതെ. കൂടുതൽ സ്നാക്സ് നമ്മുടെ നാട്ടിൽ വരുന്നതും റമദാനിലാണ്. റബ്ബ് ഉദ്ദേശിച്ച റമദാൻ ഇതല്ലതാണ്. റമദാനിൽ ആത്മീയത പലർക്കും ലഭിക്കാത്തതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ റമദാന്റെ 1 മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഖുർആനോത്ത് മറ്റ് ഇബാദത്തുകളൊന്നും തുടർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ ഒരു കാരണം, റജബും ശഅബാനും കാര്യമായിട്ട് റബ്ബ് തന്നിട്ട് വേണ്ടതുപോലെ ഒരുങ്ങാത്തുണ്ട്. ഈ ഒരുക്കം എന്ന് പറഞ്ഞാല് ചില മഹാന്മാര് അവരുടെ ആത്മീയ ഭാഷയിൽ വിത്തിറക്കേണ്ട മാസം, വെള്ളം നനയ്ക്കേണ്ട മാസം, ശരീരം ശുദ്ധിയാക്കേണ്ട മാസം, മനസ്സ് ശുദ്ധിയാക്കേണ്ട മാസം എന്നൊക്കെ പറയും. എൻ്റെ ഒക്കെ ഒരു ആകപ്പാടുള്ള ഒരു താല്പര്യം തൗബ ചെയ്ത് നന്നാവണം എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു മജ്‌ലിസ് ആവുക, ദീർഘനേരം ആവുക, അങ്ങനെയൊന്നുമല്ല. ഉള്ളിന്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോന്നേ അന്ന് ചെക്ക് ചെയ്യുള്ളൂ. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ലാസ്റ്റ് മിഡ് ടൈം എക്സാമിന്റെ മാർക്ക് പെർസെന്റേജ് അത് നമ്മളല്ല നോക്കും. അറ്റ് മൊമെന്റ് അയാൾക്ക് നന്നാവണമെന്നുണ്ടോ, ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ റമദാനിൽ ഭയങ്കര ടേസ്റ്റ് എനിക്ക് കാരണം തടസ്സങ്ങളില്ല.